Hello guys, welcome back to the video. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആണ്. നമ്മുടെ വിവോയുടെ വിവോ V30. അണ്ടർ ഈ 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു വിവോ V30 നോക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1800 നിറ്റ്സിൻ്റെ ലോക്കറ്റ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട സാധനമായ നമ്മുടെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഫോണിന്റെ ഹൈലൈറ്റ് ആയ ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OISന്റെ സപ്പോർട്ട് ഉണ്ട്. പ്ലസ് 50 മെഗാ പിക്സലിന്റെ തന്നെ ഒരു അൾട്രാ വൈഡും ആണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ അവിടെയും 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. 4K 30 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. സിംഗിൾ സ്പീക്കറാണ്. ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ കൊടുക്കാമായിരുന്നു, ബട്ട് സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, LPDDR4X പ്ലസ് CFS 2.2. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8+ 128GB റോം വേരിയൻറ്റിന് 33,999 റുപ്പീസാണ്. 34,000 റുപ്പീസ്. ഒന്ന് അല്പം കൂടെ ഒന്ന് ബഡ്ജറ്റ് കൂട്ടി 35 പോകാൻ പറ്റുമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ നല്ലൊരു പെർഫോമൻസും കിട്ടും. അപ്പോൾ ഈ ഒരു 30 to 35K ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കാവുന്ന ഒരു നല്ല സ്മാർട്ട് ഫോണാണ് നമ്മുടെ വിവോ V30. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്. റിയൽമി GT60. അപ്പോൾ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ റിയൽമി GT60 നോക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ LTPO കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. ഇനി പ്രധാനപ്പെട്ട പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 7+ Gen 3 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. BGMI ഒക്കെ കളിക്കുകയും ഒരു നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. OISന്റെ സപ്പോർട്ട് ഉണ്ട്. സോണിയുടെ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 4K 60 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു നല്ല വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ Dolby Atmos, LPDDR5X പ്ലസ് CFS 3.1. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ 8+ 128GB റോം വേരിയൻറ്റ് 30,999 റുപ്പീസാണ്. അപ്പോൾ 31,000 റുപ്പീസിന് ഒരു നല്ല ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് റിയൽമി GT60 നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്. OnePlus 11R. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു OnePlus 11R ഒരു നല്ല ചോയ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിൻ്റെ സൂപ്പർ ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1450 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8+ Gen 1 ആണ്. സോ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OISന്റെ സപ്പോർട്ട് ഉണ്ട്. പ്ലസ് 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. സെൽഫി ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. 4K 60 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ Dolby Atmos, LPDDR5 പ്ലസ് CFS 3.1. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ 8+ 128GB റോം വേരിയൻറ്റ് 29,999 റുപ്പീസാണ്. സോ നമുക്ക് അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോകാം. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ F6. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ പോക്കോയുടെ F6 നോക്കാവുന്നതാണ്. നമുക്കൊന്ന് പെട്ടെന്ന് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി വരാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ 1.5K ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 2400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 8+ Gen 3 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സോ ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്. പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ്. സെൽഫി ക്യാമറ വന്നിട്ട് 20 മെഗാ പിക്സലാണ്. 4K 60 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു നല്ല വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട്സിൻ്റെ ടർബോ ചാർജിങ് ആണ്. ഇനി എക്സ്ട്രയിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്.
ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ IP64 വരുന്നത് LPDDR5X പ്ലസ് UFS 4.0. സോ ദാറ്റ്സ് ഗുഡ്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB റോം വേരിയന്റ് 29,999 rupees ആണ്. സോ ഈ ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല പെർഫോമൻസും ക്യാമറ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇവിടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ H50 Pro. കൂടുതൽ ലാഗ് അടിപ്പിക്കാതെ പെട്ടെന്ന് ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ 1.5K POLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്, 120 ഹെർട്സ് അല്ല. ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര പെർഫോമൻസ് ഒന്നും പറയാനില്ല, പക്ഷേ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്, പ്ലസ് 13 മെഗാപിക്സൽ പ്ലസ് 10 മെഗാപിക്സൽ. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ അവിടെയും 50 മെഗാപിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. 4K 30 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ നിന്നും 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ്, 125 വാട്ട്സിന്റെ ചാർജിങ് ആണ്, 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഡേയിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ IP68 ആണ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ ഡോൾബി അറ്റ്മോസ്. UFS 2.2 ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 2.2 ആണ് വന്നിരിക്കുന്നത്. കോൺസ് ആയിട്ട് പറയാം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം സ്മാർട്ട് ഫോണാണ്, ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ് നമ്മുടെ മോട്ടോ H50 Pro. അപ്പോൾ ഇതൊക്കെയാണ് 30,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.